ഹലോ മൈ ലവ്ലി ഹ്യൂമൻസ്. ഇന്നത്തെ എൻ്റെ വീഡിയോ വന്നിട്ട് ആദ്യമായിട്ട് ഒരു യാത്രക്കാരൻ ഫ്ലൈറ്റിലോട്ട് വരുന്നതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോ തുടങ്ങിയാലോ. നമ്മുടെ ഫ്ലൈറ്റ് യാത്രകൾ ഡൊമസ്റ്റിക്കും ഇൻ്റർനാഷണലും ആണെന്ന് എല്ലാവർക്കും അറിയാലോ. ഡൊമസ്റ്റിക് എന്ന് പറയുന്നത് ഇന്ത്യക്ക് അകത്ത് ട്രാവൽ ചെയ്യുന്നതിനെയും ഇൻ്റർനാഷണൽ ട്രാവൽ എന്ന് പറയുന്നത് ഇന്ത്യക്ക് പുറത്തുള്ള ഒരു രാജ്യത്തേക്ക് ട്രാവൽ ചെയ്യുന്നതിനുമാണെന്നുള്ളതും എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് ഡൊമസ്റ്റിക് ട്രാവലിനെ പറ്റിയിട്ട് ആദ്യം സംസാരിക്കാം. ഡൊമസ്റ്റിക് ട്രാവലുകൾക്ക് പാസ്പോർട്ട് വേണ്ട എന്നുള്ളത് ശരിയായിരിക്കും തന്നെ. നമുക്കൊരു ടിക്കറ്റും അതുപോലെ തന്നെ വാലിഡ് ആയിട്ടുള്ള ഒരു ID കാർഡും കയ്യിലുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ നിങ്ങളൊരു ട്രാവൽ ഇപ്പോൾ കൊച്ചി ടു ട്രിവാൻഡ്രം ട്രാവൽ ചെയ്യുവാണെങ്കിൽ അതിന് ടിക്കറ്റ് ബുക്ക് ചെയ്യുക. ആ ടിക്കറ്റ് ഒരു ഹാർഡ് കോപ്പി ആയിട്ട് എടുത്ത് വയ്ക്കുവാണെങ്കിൽ അത്രയും ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള ഒരു ID കാർഡ് കയ്യിൽ വയ്ക്കുക. അതിൻ്റെയും ഹാർഡ് കോപ്പി എടുത്ത് വയ്ക്കുന്നത് കുറച്ചുകൂടി ഈസി ആൻഡ് കംഫർട്ടബിൾ ആയിരിക്കും. ഇത് നിങ്ങൾ എയർപോർട്ടിനകത്തേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് എൻട്രൻസ് ഗേറ്റിന് അവിടെയായിട്ട് CISF സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. അവർ യൂണിഫോമിലായിരിക്കും ഉണ്ടാവുക. സോ അവർക്ക് നമ്മൾ ഈ ID കാർഡ് ആൻഡ് ടിക്കറ്റ് കാണിച്ചു കൊടുത്താലാണ് നമുക്ക് ഉള്ളിലേക്ക് എൻട്രൻസ് അവർ തരുവുള്ളൂ. ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ വെബ് ചെക്ക് ഇൻ ചെയ്ത് വെച്ചിരിക്കുക എന്നുള്ളതാണ്. വെബ് ചെക്കിൻ്റെ ലിങ്കുകൾ ഡിപ്പാർച്ചറിന് 48 hours മുന്നേ തന്നെ ആക്റ്റീവ് ആയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ 48 hours ഒന്നുകിൽ വെബ് ചെക്ക് ഇൻ ചെയ്യുക, അതല്ലെങ്കിൽ എയർപോർട്ടിൽ എത്തുന്നതിന് തൊട്ട് മുന്നെങ്കിലുമായിട്ട് വെബ് ചെക്ക് ഇൻ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ ബോർഡിംഗ് കാർഡുകൾ നിങ്ങളുടെ ഫോണിലോട്ട് വെബ് ചെക്ക് ഇൻ ചെയ്ത ഉടനെ തന്നെ കിട്ടുന്നതുമായിരിക്കും. സോ ഉള്ളിലോട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ചെക്ക് ഇൻ തന്നെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചെക്ക് ഇൻ ബാഗുകൾ ഉണ്ടെങ്കിൽ അത് എയർക്രാഫ്റ്റിൻ്റെ കാർഗോയിലോട്ട് വിടാനായിട്ടാണ് നിങ്ങൾ ചെക്ക് ഇൻ കൗണ്ടറിലേക്ക് പോകുന്നത്. അതർവൈസ് ബോർഡിംഗ് കാർഡുകൾ പ്രിൻറ്റ് ചെയ്യാനായിട്ടുമാണ് നിങ്ങൾ ചെക്ക് ഇൻ കൗണ്ടറിലുള്ള സ്റ്റാഫിനെ സമീപിക്കേണ്ടി വരുന്നത്. ഡൊമസ്റ്റിക് ട്രാവലുകൾക്ക് 7 kg ആണ് ക്യാബിൻ ബാഗിൽ അലൗഡ് ആയിരിക്കുന്നത്. കൂടാതെ 15 kg ആണ് നിങ്ങൾ കാർഗോയിൽ വിടുന്ന ചെക്ക് ഇൻ ബാഗുകളിൽ വെക്കേണ്ടി വരുന്നത്. എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനൊക്കെ അഡീഷണൽ ആയിട്ട് വെയിറ്റ് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. ഞാൻ എൻ്റെ ലാസ്റ്റ് ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കിയോസ്കുകൾ ഇപ്പോൾ എയർപോർട്ടുകളിലുണ്ട്. സോ നിങ്ങൾക്ക് സെൽഫായിട്ട് ചെക്ക് ഇൻ ചെയ്യാനും പറ്റും, ബോർഡിംഗ് കാർഡ് അവിടെ നിന്ന് പ്രിൻ്റ് ഔട്ട് ചെയ്ത് എടുക്കാനും വേണ്ടി പറ്റും. സെൽഫ് ബാഗേജ് ഡ്രോപ്പ് ഏരിയാസ് ഉള്ള എയർപോർട്ടുകളും ഉണ്ട്. അങ്ങനെയാവുമ്പോൾ നിങ്ങൾക്ക് ക്യൂവിൽ നിൽക്കുക വേണ്ട, ബാഗ് ഡ്രോപ്പ് ചെയ്തിട്ട് നേരെ സെക്യൂരിറ്റി ചെക്കിനായിട്ട് നടക്കാവുന്നതാണ്. സെക്യൂരിറ്റി ചെക്കിന് പോകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതൊരു ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോസസ്സാണ്. നിങ്ങൾക്ക് എത്രയും വേഗം എത്തണമെന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് ബഹളം വെച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും നേരത്തെ എത്താൻ വേണ്ടി ശ്രമിക്കുക. എല്ലാതും ടൈം എടുത്ത് ചെയ്യുക. എസ്പെഷ്യലി നിങ്ങൾ ആദ്യമായിട്ട് ട്രാവൽ ചെയ്യുന്നതോടുകൂടിയാണ് ടെൻഷൻസുകളും കൺഫ്യൂഷൻസുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ട് ഒന്നും സംഭവിക്കാനില്ല. സോ സെക്യൂരിറ്റി ചെക്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരുപാട് ട്രേകൾ ഉണ്ടാവും. ആ ട്രേയിനകത്ത് നിങ്ങളുടെ വാലറ്റ്, അതുപോലെ തന്നെ ബെൽറ്റ്, മൊബൈൽ എക്യുപ്മെൻറ്റ്സുകൾ, അതിൻ്റെ ചാർജറുകൾ, ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെയുണ്ടോ അതൊക്കെ നിങ്ങൾ ആ ട്രേയിൽ എടുത്ത് വെക്കുക. ചില സമയത്ത് അവർ ഷൂസുകൾ ഊരി വെക്കാൻ വേണ്ടിയിട്ടും പറയാറുണ്ട്. ബോർഡിംഗ് കാർഡ് നിങ്ങളുടെ കയ്യിൽ തന്നെ പിടിക്കുക. എന്നിട്ട് നിങ്ങളുടെ സെക്യൂരിറ്റി ചെക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ബാഗ് സെക്യൂരിറ്റി ചെക്കിൻ്റെ അപ്പുറത്തെത്തി കാണും. അതെല്ലാം തന്നെ മറക്കാതെ എടുത്ത് ബാഗിൽ വെക്കണം കേട്ടോ. അതിനുശേഷം അവിടെ ഒരുപാട് TV ഡിസ്പ്ലേസുകൾ ഉണ്ടാവും. അതിനകത്ത് നിങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ ഡിപ്പാർച്ചർ ഡീറ്റെയിൽസ് എഴുതിയിട്ടുള്ള എവിടെയാണ് നോക്കുക, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എഴുതിയിട്ടുള്ള ഗേറ്റ് നമ്പർ നോക്കുക. ആ ഗേറ്റ് നമ്പറിനടുത്ത് പോയിരിക്കുക. നിങ്ങളുടെ ഡിപ്പാർച്ചറിന് 20 മിനിറ്റ് മുന്നെയെങ്കിലും ആ ഗേറ്റ് ക്ലോസ് ആകും എന്നുള്ളത് ബോർഡിംഗ് കാർഡിലും എഴുതിയിട്ടുണ്ടാവും, നിങ്ങളുടെ ടിക്കറ്റിലും എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഡിപ്പാർച്ചറിന് 20 മിനിറ്റ്സ് മുന്നെയെങ്കിലും നിങ്ങൾ ആ ബോർഡിംഗ് ഗേറ്റിൽ പ്രസൻറ്റ് ആയിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഫൈനൽ കോളം വിളിച്ചിട്ട് ഫ്ലൈറ്റിന് പാട്ടിന് പോകും. നിങ്ങളുടെ ട്രാവൽ കുറച്ചുകൂടി ഈസി ആക്കാനായിട്ട് നിങ്ങളുടെ ബോർഡിംഗ് കാർഡ് ഞാനൊന്ന് ചികഞ്ഞ് പരിശോധിച്ച് തരാം. എങ്ങനെയാണെന്നറിയോ? നിങ്ങളുടെ സീറ്റ് നമ്പേഴ്സ് എഴുതിയിട്ടുണ്ടാവുക 1, 2, 3 അങ്ങനെ 31 റോ വരെയുള്ള എയർക്രാഫ്റ്റുകളുണ്ട്, 32 വരെയുള്ളതുണ്ട്. വലിയ എയർക്രാഫ്റ്റ് ആണെങ്കിൽ അതിൽ കൂടുതലും ഉണ്ട്. അപ്പോൾ സീറ്റ് നമ്പറിന് താഴെയായി എഴുതിയിട്ടുള്ള നമ്പർ ഏതാണെന്ന് നോക്കുക. അതിനടുത്തായിട്ടൊരു ആൽഫബറ്റ് ഉണ്ടാവും, ABC അല്ലെങ്കിൽ DEF. വലിയ എയർക്രാഫ്റ്റ് ആണെങ്കിൽ അതിൽ കൂടുതലും ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ABC എന്ന് പറയുവാണെങ്കിൽ A എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ടു വിൻഡോ സീറ്റും, B മിഡിൽ സീറ്റും, C അയൽ സീറ്റുമാണ്. DEF ആണെങ്കിലോ D അയൽ സീറ്റും, E മിഡിൽ സീറ്റും, F വിൻഡോ സീറ്റും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഉള്ളിൽ പോയിട്ട് അടി ഉണ്ടാക്കാൻ നിൽക്കണ്ട, ഇപ്പം തന്നെ കാണാപ്പാടം പഠിച്ചു വെച്ചോ. നെക്സ്റ്റ് വൺ, ബോർഡിംഗ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സോൺ വൈസ് ആയിട്ടായിരിക്കും ബോർഡിംഗ് വരുന്നുണ്ടാവുക. അവർ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യും, ഇത്ര നമ്പർ മുതൽ ഇത്ര നമ്പർ വരെയുള്ള പാസഞ്ചേഴ്സ് മാത്രം ക്യൂവിൽ വന്ന് നിൽക്കാന്ന്. നിങ്ങളുടെ സോൺ ആകുമ്പോൾ മാത്രം നിങ്ങൾ എണീറ്റ് പോയാൽ മതി. അപ്പോൾ അവർ വിളിക്കുന്ന സീറ്റ് നമ്പർ നിങ്ങളുടെ സോണിലാണോ എന്നുള്ളത് നോക്കുക. അതിനനുസരിച്ച് മാത്രം ക്യൂവിൽ പോയി നിൽക്കുക. നിങ്ങളെ കൂട്ടാണ്ട് അവരെന്തായാലും പോകാൻ പോകുന്നില്ലെന്നേ. ബോർഡിംഗ് ഗേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബോർഡിംഗ് കാർഡ് അവർക്ക് കാണിച്ചു കൊടുക്കുക. സംടൈംസ് നിങ്ങളുടെ ID കാർഡും അവർ ചോദിക്കാറുണ്ട്. അതിനുശേഷം നിങ്ങൾ എയർക്രാഫ്റ്റിലേക്ക് എൻ്റർ ചെയ്യുവാണ്. മെയിനായിട്ടൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്. എന്താണെന്നറിയോ? നിങ്ങൾ എയർക്രാഫ്റ്റിലോട്ട് കയറുന്ന സമയത്ത്
അവിടെ നിൽക്കുന്ന ക്യാബിൻ ക്രൂവിനെ നോക്കി ചിരിക്കണം. ചിരിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് വിഷമാവും. കാരണം നിങ്ങൾ വെൽക്കം ചെയ്യാനല്ലേ ഞങ്ങൾ അവിടെ നിൽക്കുന്നത്. ഞങ്ങളൊരു മൈൻഡ് പോലും തരാതെ നിങ്ങൾ പോവുകയാണെങ്കിൽ ഞങ്ങൾക്കത് വിഷമം തന്നെയാണ് കേട്ടോ. അങ്ങനെ നിങ്ങൾ നടന്ന് നിങ്ങളുടെ സീറ്റിനടുത്തെത്തിയെന്ന് വിചാരിക്കട്ടെ. സീറ്റ് നമ്പറുകൾ എഴുതിയിട്ടുണ്ടാവുക ഓവർ ഹെഡ് ബിന്നിന് മുകളിലായിട്ടാണ്. അതായത് നിങ്ങൾ എവിടെയാണോ മുകളിൽ ബാഗേജ് വെക്കാനുള്ള സ്ഥലം കാണുന്നത് അവിടെയാണ് നമ്പേഴ്സുകൾ എഴുതിയിട്ടുണ്ടാവുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ABCDEF നോക്കിയിട്ട് നിങ്ങൾ എവിടെയാണോ സീറ്റ് ഇരിക്കുന്നത് അവിടെ പോയി ഇരിക്കുക. നിങ്ങളുടെ ബാഗുകൾ മുകളിൽ വെക്കുക. ചെറിയ ലാപ്ടോപ്പ് ബാഗുകളോ കുഞ്ഞു കവറുകളോ ഉണ്ടെങ്കിൽ സീറ്റിനടിയിൽ വെക്കുവാണെങ്കിൽ ഫുൾ ലോഡ് ഫ്ലൈറ്റൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്കും ഭയങ്കര ഹെൽപ്ഫുള്ളാണ്, നിങ്ങൾക്കും അത് ഈസി ആയിരിക്കും. അത്രയുള്ളൂ. ഇറങ്ങി പോകുമ്പോൾ താങ്ക് യു പറയുന്ന സമയത്തും ക്രൂവിനോട് ചിരിക്കണം. ഒരു നന്ദിയും പറയുവാണെങ്കിൽ ഞങ്ങൾക്ക് അത്രയും ഹാപ്പി ആയിരിക്കും. ഡൊമസ്റ്റിക് ട്രാവലിനെ പറ്റിയിട്ട് ഇതൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. നിങ്ങൾ പുറപ്പെട്ട് നിങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്തുന്ന വരെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇൻ്റർനാഷണൽ ഡിപ്പാർച്ചറിലേക്ക് പോകാം. ഇൻ്റർനാഷണൽ ആകുമ്പോൾ ദ ബേസിക് തിങ് യു നീഡ് ഇസ് പാസ്പോർട്ട്, പിന്നെ നിങ്ങളുടെ ടിക്കറ്റ്, അതുപോലെ തന്നെ വിസ വേണം. ചില ഇൻ്റർനാഷണൽ അറൈവൽസുകൾക്ക് ഓൺ അറൈവൽ വിസ എടുക്കുന്ന രാജ്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊരു ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു എയർലൈൻ ടിക്കറ്റിംഗ് ഏജൻസിനെയാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവർ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതർവൈസ് ജസ്റ്റ് ഗൂഗിൾ ഇറ്റ്, എന്നിട്ട് മനസ്സിലാക്കി വെക്കുക എന്തൊക്കെയാണ് അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്നുള്ളത്. ഇഫ് യു ഹാവ് എ വാലിഡ് വിസ, പാസ്പോർട്ട് ആൻഡ് ടിക്കറ്റ്, ദെൻ യു ആർ വെൽക്കം ടു ദ എയർപോർട്ട്. നിങ്ങൾ ഡൊമസ്റ്റിക്കിലെ ഗേറ്റിൽ കാണിച്ചു കൊടുത്തത്, എൻട്രൻസ് ഗേറ്റിൽ കാണിച്ചു കൊടുത്തത് ടിക്കറ്റ് ആൻഡ് നിങ്ങളുടെ ID കാർഡ് ആണെന്നുണ്ടെങ്കിൽ ടിക്കറ്റും നിങ്ങളുടെ പാസ്പോർട്ടുമാണ് ഇൻ്റർനാഷണൽ ഡിപ്പാർച്ചേഴ്സിൽ കാണിക്കേണ്ടി വരുന്നത്. അതിനുശേഷം നിങ്ങൾ നേരെ പോകുന്നത് ചെക്ക് ഇൻ കൗണ്ടറിൽ തന്നെയാണ്. ചെക്ക് ഇൻ ബാഗേജിൻ്റെ അലവൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. ക്യാബിൻ ബാഗ് ഒന്നുകിൽ 7 kg അല്ലെങ്കിൽ 10 kg ആയിരിക്കും. ചെക്ക് ഇൻ ബാഗേജ് എന്ന് പറയുന്നത് ചില എയർലൈൻസുകളിൽ 25 ഉണ്ട്, ചിലതിന് 30 ഉണ്ട്, ചിലതിന് 32 ഉണ്ട്. ഇനി നിങ്ങൾ എക്സ്ട്രാ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ എക്സ്ട്രാ ലഗേജും നിങ്ങൾക്ക് ചെക്ക് ഇൻ കൗണ്ടറിൽ ഏൽപ്പിച്ച് നേരെ ഇമിഗ്രേഷൻ കൗണ്ടറുകളിൽ പോകാവുന്നതാണ്. ഇമിഗ്രേഷൻ കൗണ്ടർ എന്ന് പറയുന്നത് അവിടെ ഇരിക്കുന്നവർ ആരാന്നറിയോ? നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സാർമാരാണ്. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അവിടെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ലാന്നേ. അവർ നോർമലി ആയിരിക്കും നിങ്ങളോട് ചോദിക്കുന്നത് എന്തിനാണ് പോകുന്നത്, അവിടെ ആരാണോ ഉള്ളത്, നിങ്ങളുടെ സ്റ്റേ എങ്ങനെയായിരിക്കും, ഹോട്ടലിലാണോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയാണോ. സത്യമായി പറയുവാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതർവൈസ് അവിടെ നിങ്ങൾ ഹോൾഡ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്ത ഉടനെ നിങ്ങൾ പിന്നെ പോകുന്നത് സെക്യൂരിറ്റി ചെക്കിന് വേണ്ടി തന്നെയാണ്. നിങ്ങളുടെ ബോർഡിംഗ് കാർഡ് അവർ സ്കാൻ ചെയ്തിട്ട് നിങ്ങളെ ഫർദർ കസ്റ്റംസ് ഏരിയയിലോട്ട് വിടും. എന്തെങ്കിലും ഡിക്ലെയർ ചെയ്യാനുള്ള ഐറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡിക്ലെയർ ചെയ്തിട്ട് അവരെ ഇൻഫർമേഷൻ കാണിച്ചതിന് ശേഷം നിങ്ങളുടെ സെക്യൂരിറ്റി സ്ക്രീനിങ് നടക്കുവായി. ഡൊമസ്റ്റിക്കിൽ നിങ്ങൾ ചെയ്ത പോലെ തന്നെ നിങ്ങളുടെ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സുകളും വാലറ്റ്, ബെൽറ്റ്, ചപ്പൽസ് എല്ലാം ഊരി വെച്ച് ബോർഡിംഗ് കാർഡ് മാത്രം കയ്യിൽ പിടിക്കുക, പ്ലസ് പാസ്പോർട്ട് ഓൾസോ. സ്ക്രീനിങ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഐറ്റംസ് എല്ലാം കളക്ട് ചെയ്തു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം എയർക്രാഫ്റ്റിലോട്ട് പോവാം. ഒരുപാട് പാസഞ്ചേഴ്സ് വന്നിട്ട് നമ്മളോട് പറയാറുണ്ട്, എൻ്റെ ലാപ്ടോപ്പ് ഞാൻ അവിടെ സെക്യൂരിറ്റി സ്ക്രീനിങ് ഏരിയയിൽ വെച്ച് മറന്നു. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ ചിലപ്പോൾ നമുക്ക് ഒരു ഹെൽപ്പും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. മേ ബി ഓൾ ദ പാസഞ്ചേഴ്സ് ഓൺ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ലോസ്റ്റ് ആൻഡ് ഫൗണ്ടിൽ മെയിൽ അയക്കുക എന്നല്ലാതെ നിങ്ങളുടെ ലാപ്ടോപ്പിന് വേണ്ടിയിട്ട് ഒരിക്കലും എയർക്രാഫ്റ്റിലുള്ള എല്ലാവരും കാത്തു നിൽക്കില്ല. നിങ്ങൾ പോകുന്ന സമയത്ത് ഗേറ്റിനടുത്ത് എത്തുന്നതിന് മുന്നേ ആയി തന്നെ ഒരുപാട് സിമ്മുകൾ കൊടുക്കുന്ന ഷോപ്പുകളുണ്ടാവും. അപ്പോൾ കറൻസി ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിലൊക്കെ ബെറ്റർ നിങ്ങൾ എയർപോർട്ടിന് പുറത്തുനിന്ന് തന്നെ കറൻസി ചേഞ്ച് ചെയ്ത് കയ്യിൽ പിടിക്കുക എന്നുള്ളതാണ്. പിന്നെ പോകുന്ന സ്ഥലത്തോട്ടുള്ള സിമ്മുകൾ വേണമെന്നുണ്ടെങ്കിൽ അതും ഒന്ന് ക്യാരി ചെയ്ത് വെക്കുക. അവിടെ എത്തിപ്പെട്ട് നിങ്ങൾ ഒറ്റപ്പെട്ട് പോരുതല്ലോ, നിങ്ങൾ ഒറ്റയ്ക്കായി പോരുതല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാതും സമയമെടുത്ത് നിങ്ങൾ ചെയ്യുക. അതായത് നിങ്ങൾ ആദ്യമായി പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നെർവസ് ആയിരിക്കുക അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിരിക്കുക എന്നുള്ളതൊക്കെ സാധാരണമാണ്. പക്ഷേ നിങ്ങൾക്ക് മുന്നിൽ സമയമുണ്ടെങ്കിൽ എല്ലാതും കൂളായിട്ട് ചെയ്തു തീർക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഡൊമസ്റ്റിക് ഡിപ്പാർച്ചേഴ്സിന് ഒരു 2 മണിക്കൂർ മുന്നേയും ഇൻ്റർനാഷണൽ ഡിപ്പാർച്ചേഴ്സിന് ഒരു 3 മണിക്കൂർ മുന്നെങ്കിലും അറ്റ്ലീസ്റ്റ് മുന്നേ എത്താനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. അത് നിങ്ങൾ ക്രൂവിനോട് പറയുവാണെങ്കിൽ ദേ വിൽ ബി റിയലി ഹാപ്പി ടു ഹെൽപ്പ് യു ഔട്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് മിഡിൽ സീറ്റാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് ട്രാവൽ ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു വിൻഡോ സീറ്റ് എങ്ങനെയെങ്കിലും ഒപ്പിച്ച് തരും. ഓൺ ബോർഡ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാഗുകളൊക്കെ വെച്ച് സീറ്റിലിരുന്ന് ക്രൂ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ക്ലിയർ ആയിട്ട് കേൾക്കുക. നിങ്ങൾക്ക് ഹിന്ദിയോ ഇംഗ്ലീഷോ വശമില്ലാത്ത ആളാണ് ഓവർവിങ് എക്സിറ്റിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഓപ്പൺ ആയിട്ട് നിങ്ങൾ ക്രൂവിനോട് പറയുക. സീറ്റ് മാറിയിരിക്കണമെങ്കിൽ മാറിയിരിക്കുക ആൻഡ് റിലാക്സ് ആയിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവുക. ഇത്രയുമാണ് ഞാൻ നോട്ട് ഡൗൺ ചെയ്ത് വെച്ചിട്ടുള്ള പോയിന്റ്സുകൾ. നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. ഞാൻ അതിനെ പറ്റിയൊരു എക്സ്പ്ലനേഷൻ കമൻറ്റ് സെക്ഷനിലും തരുന്നതാണ്. അപ്പോൾ വേറൊരു വീഡിയോയിൽ പിന്നെ കാണാം. ബൈ ബൈ.